ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിനുള്ളിൽ ഉൾപ്പെടെ കയറിക്കൊണ്ട് ഇവിടെ അയാൾ ഉണ്ടോ എന്ന ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് അടക്കം ഈ വീട്ടിനുള്ളിലേക്ക് കയറിക്കൊണ്ട് ഇവിടെ പരിശോധനകൾ നടത്തുന്നു. ഈ തളാപ്പ് വിട്ടു പോകാൻ ഇയാൾ ഈ വീട് വിട്ടു പോകാൻ അല്ലെങ്കിൽ ഈ പരിസരം വിട്ടുപോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇത് മുഴുവൻ കാട് നിറഞ്ഞൊരു പ്രദേശം, ഉപയോഗശൂന്യമായി കിടക്കുന്നൊരു കെട്ടിടം. ആ ഭാഗത്ത് ഇത്തരത്തിൽ ഇയാൾ എത്തിപ്പെട്ടാൽ ഒളിക്കാനായി ധാരാളം സ്ഥലങ്ങളുണ്ട്. അത്തരം ഒരു സ്ഥലത്ത് വെച്ച് ഇയാൾ ഇല്ല, ഇയാൾ ഈ മറ്റെവിടെയെങ്കിലും പോയോ, ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പരിസരത്ത് തിരച്ചിൽ തുടരുകയാണ്. ഗോവിന്ദച്ചാമിയെ പിടികൂടിയോന്ന് സംശയമുണ്ട്. ഇവിടെ ഈ വീട്ടിൽ തന്നെ ഭാഗത്ത് തന്നെ ഇയാൾ പിടിയിലായി എന്നൊരു വിവരം തന്നെയാണ്. ഇയാൾ ഈ വീട്ടിലെ പരിസരത്ത് വെച്ച് ഇയാളെ പിടികൂടിയെന്ന് പറയുന്നുണ്ട്. ആൾക്കാർ വലിയ ബഹളമുണ്ടാക്കി. പഴയ വീടിൻ്റെ പരിസരത്തെ കൂടി ആളുകൾ ഓടുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് അവിടെ ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ്. ഈ വീട്ടിൽ തന്നെ ആ കുറ്റവാളി ഉണ്ട്, ആ കൊടും കുറ്റവാളി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പോലീസും നാട്ടുകാരും ഒക്കെ തന്നെ ഈ വീട് വളഞ്ഞിട്ടുണ്ട്. അയാളെ അല്പസമയത്തിനകം തന്നെ പോലീസ് ഇവിടെ നിന്ന് പിടികൂടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ വീട്ടിൽ തന്നെ ഈ പ്രതിയുണ്ട്, ആ വീട്ടിൽ തന്നെ ആ പ്രതിയുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കയ്യോടെ ഈ വീട്ടിനുള്ളിലുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഈ വീട് വളഞ്ഞിരിക്കുന്നത്. ഈ വീട്ടിനുള്ളിൽ ഇതിനുള്ളിലുണ്ട്, ഇയാൾ ഈ വീട്ടിലുണ്ട് എന്ന് തന്നെയാണ്. ഗോവിന്ദസ്വാമി ഈ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ പ്രതിയെ അയാളെ ഈ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് അല്പസമയത്തിന് അകം ഇയാളെ പൂർണ്ണമായി പിടികൂടുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ആളൊഴിഞ്ഞ ഒരു വീടിന് സമീപത്ത് ഈ കൊടും കുറ്റവാളി ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഏതാണ്ട് 10 മണിയോടുകൂടി തളാപ്പിലെ ഈ കാണുന്ന വീടിന് സമീപത്തേക്ക് എത്തുകയും അവിടുത്തെ കാടുകൾ നിറഞ്ഞ പ്രദേശവും ഈ കെട്ടിടത്തിനകത്തേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. ഈ ഘട്ടത്തിൽ ചാർലി തോമസ് എന്ന ഗോവിന്ദച്ചാമിയെ പിടികൂടി എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമാകുന്നു. അല്പസമയത്തിനകം തന്നെ നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ആളൊഴിഞ്ഞ കെട്ടിടത്തിനകത്ത് ഇയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസിനെ കണ്ടയുടൻ അവിടെ നിന്നും ഈ കൊടും കുറ്റവാളി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഇയാളെ ഓടിച്ചിട്ട് പിടികൂടാനുള്ള ശ്രമമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു കതക് തല്ലിപ്പൊളിക്കാൻ ഉള്ളൊരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അവിടെ എന്താണ് നടക്കുന്നത് എന്നത് മിഥുൻ പിള്ളയോട് ചോദിക്കാം. മിഥുൻ ആ പ്രദേശത്ത് തന്നെയാണ് ഉള്ളത്. ഈ ചാർലി തോമസിനെ പിടികൂടാനായുള്ള അന്വേഷണ സംഘത്തിന്റെ ഒപ്പം അവരുടെ ഓരോ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ട് നമ്മുടെ ക്യാമറാമാനും അതുപോലെ തന്നെ റിപ്പോർട്ടർ മിഥുൻ പിള്ളയുമുണ്ട്. മിഥുൻ, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? തീർച്ചയായും ഈ ഒരു വീട്ടിനുള്ളിൽ തന്നെ ഈ ഒരു പ്രതി ഉണ്ട് എന്നൊരു വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതൊരു പഴയ വീടാണ്, വലിയ വലിപ്പമുള്ള വീടാണോ, പഴയ ഒരു ചാർലി തോമസ് എന്ന ഗോവിന്ദച്ചാമി ഈ വീടിനകത്ത് തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇയാളെ പിടികൂടുന്നതിനായുള്ള വലിയ ശ്രമം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പിടികൂടിയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇയാളെ പിടികൂടിയിരിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. കാരണം അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ ഇയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിൽ സമീപത്തൊരു കിണറിൻ്റെ വക്കിൽ നിന്നും ഇയാളെ പിടികൂടിയിരിക്കുകയാണ്. ആ കെട്ടിടത്തിനകത്ത് ഇയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലീസിനെ കണ്ട ഘട്ടത്തിൽ ഇയാൾ ഓടി ആ തൊട്ടടുത്തുള്ള കിണറിലേക്കോ മറ്റോ ചാടാൻ ഇയാൾ ശ്രമിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ചാർലി തോമസിനെ ഇപ്പോൾ പിടികൂടി എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ എത്തുകയാണ്. ഇന്ന് രാവിലെ ജയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ കുറ്റവാളിയെ ഇപ്പോൾ കിണറ്റിൽ നിന്നും
പിടികൂടിയിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വരികയാണ്. മിഥുൻ പിള്ള ലൈനിൽ തുടരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മിഥുൻ പിള്ള, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചാർലി തോമസിനെ പിടികൂടി എന്നത് തന്നെയാണ്. ഇപ്പോൾ ഇയാളെ പിടികൂടിയതിനു ശേഷം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളല്ലേ നമ്മൾ ഈ കാണുന്നത്? തണുപ്പ് പ്രദേശത്തൊരു വീടിന് മിഥുനിലേക്ക് എത്താം. ഇപ്പോൾ ചാർലി തോമസ് എന്ന ഗോവിന്ദച്ചാമിയെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഏതാണ്ട് രാവിലെ 7 മണി മുതൽ ആരംഭിച്ച തെരച്ചിലിന് ഒടുവിലാണ് ഇപ്പോൾ 10:44 സമയമായിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ടുനിന്ന തെരച്ചിലിന് ഒടുവിലാണ് ഇപ്പോൾ ഈ കൊടും കുറ്റവാളിയെ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ ജയിൽ ചാടിയ ഘട്ടത്തിൽ പോലീസിന് ഇയാൾ എങ്ങോട്ടാണ് പോയത് എന്നത് സംബന്ധിച്ചുള്ള യാതൊരു വിവരവും ലഭ്യമായിരുന്നില്ല. എന്നാൽ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചില ദൃക്സാക്ഷികളും നൽകിയ മൊഴിയാണ് കൃത്യമായി ഇയാളെ പിടികൂടുന്നതിന് പോലീസിനെ സഹായിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ദൃക്സാക്ഷികൾ പറഞ്ഞത് ഈ ചാർലി തോമസ് എന്ന ഗോവിന്ദച്ചാമിയെ പോലെ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തി നടന്നു പോകുന്ന ഘട്ടത്തിൽ, ഗോവിന്ദച്ചാമി എന്ന് വിളിക്കുന്ന ഘട്ടത്തിൽ ഇയാൾ ഓടിമറയുകയും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കാടുകൾ നിറഞ്ഞ ആൾതാമസമില്ലാത്ത വീടിന്റെ പരിസരത്തേക്ക് ഇയാൾ ഓടിക്കയറുന്നതായൊക്കെ ചില ദൃക്സാക്ഷികൾ കണ്ടിരുന്നു. അവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം അവിടേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ചാർലി തോമസിനെ പിടിച്ചതിന് ശേഷം ഇയാളെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. പോലീസ് സംഘത്തിനൊപ്പം വലിയൊരു മാധ്യമ പട നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഈ ഘട്ടത്തിൽ ചാർലി തോമസിനെ പിടിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ആശ്വാസമുണ്ടാക്കുന്ന വാർത്തയാണെങ്കിൽ പോലും സ്വാഭാവികമായും ഉയർന്നു വരുന്ന നിരവധി ചോദ്യങ്ങൾ, വരുന്ന മണിക്കൂറുകളിൽ ഉയരാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് തീർച്ചയായും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പും സംസ്ഥാന പോലീസും മറുപടി നൽകേണ്ടി വരും. കാരണം ഇത്രത്തോളം വലിയ സുരക്ഷാ ക്രമീകരണമുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ എങ്ങനെയാണ് ഇത്തരം ഒരു ക്രിമിനലിന് ചാടാൻ കഴിഞ്ഞത് എന്നത് സംബന്ധിച്ചുള്ള വളരെ നിർണായകമായ ചോദ്യം സ്വാഭാവികമായും അവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ കേരളം ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. കൊടും ക്രിമിനലായ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് രാത്രി 1:15-നാണ്. ജയിൽ അധികൃതർ അത് അറിയുന്നതാകട്ടെ പുലർച്ചെ 5:15 മണിക്കും. പോലീസിനെ വിവരമറിയിക്കുന്നത് 7:15 ശേഷവും. അതിൽ തന്നെ വലിയ തോതിലുള്ള ദുരൂഹത നിലനിൽക്കുന്നു. കാരണം രാവിലെ 1:15 സമയത്ത് ഇയാൾ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ജയിൽ അധികൃതർ അറിയുന്നതാകട്ടെ വെളുപ്പിനെ നടത്തുന്ന പരിശോധനയിലാണ്. 4 മണി സമയത്താണ് ഇങ്ങനെ ഒരു ക്രിമിനൽ ജയിൽ ചാടി എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത തന്നെ ജയിൽ അധികൃതർക്ക് ഉണ്ടാകുന്നത്. അതിനുശേഷം പുലർച്ചെ 7 മണി കഴിഞ്ഞ് മാധ്യമങ്ങൾ, ജനം ഉൾപ്പെടെയുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനും അല്ലെങ്കിൽ അന്വേഷണത്തിന് ഒരു സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അത്തരം നടപടികളിലേക്ക് കടക്കുകയും